അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് US വിസ റദ്ദാക്കപ്പെടുകയോ സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം റെക്കോർഡ് അവസാനിപ്പിക്കുകയോ ചെയ്ത 327 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം 50% ഇന്ത്യക്കാരാണെന്നാണ് AILA ഏപ്രിൽ 17 പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. വിദ്യാർത്ഥികൾ, അഭിഭാഷകർ, യൂണിവേഴ്സിറ്റി ജീവനക്കാർ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് AILA ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 14% വിദ്യാർത്ഥികൾ ചൈനയിൽ നിന്നുള്ളവരാണ്. കൂടാതെ സൗത്ത് കൊറിയ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ട്. 2023-24 വർഷത്തിൽ US-ൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ്. ഓപ്പൺ ഡോഴ്സ് എന്ന വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം 2023-24 11,26,690 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3,31,602 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇത് മൊത്തം വിദ്യാർത്ഥികളുടെ 29%. ചൈനയിൽ നിന്ന് 2.77 ലക്ഷം വിദ്യാർത്ഥികളാണ് US-ൽ പഠിക്കുന്നത്. AILAയുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് വിസ റദ്ദാക്കപ്പെട്ട 327 വിദ്യാർത്ഥികളിൽ 50% പേരും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി US-ൽ ജോലി ചെയ്യുന്നവരാണ്. അതായത് അവർ പഠനം പൂർത്തിയാക്കി ജോലിക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. F1 വിസയിൽ US-ലെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് OPT വഴി 12 മാസം വരെ ജോലി ചെയ്യാം. സ്റ്റെയിം മേഖലയിലുള്ളവർക്ക് ഇത് 24 മാസത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. സെവിസ് റെക്കോർഡ് അവസാനിച്ചാൽ OPTയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോലി ചെയ്യാൻ കഴിയില്ല. പഠനം കഴിഞ്ഞ് OPTയിൽ ജോലി ചെയ്യുന്നവരുടെ വിസ പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടേതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്നും AILAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 US-ൽ പഠിക്കുന്ന 3.32 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദേശം 29% പേർ OPTയിലുള്ളവരാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നടപടി നേരിട്ടവരിൽ 65% പേരും OPTയിലുള്ളവരാണെന്ന് AILA പറയുന്നു. ഈ വിദ്യാർത്ഥികളിൽ 87% പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. 23% പേർക്ക് ടിക്കറ്റ് ലഭിക്കുകയോ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. 34% പേർക്കെതിരെ കേസ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കേസ് തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പ്രധാനമായവ അമിത വേഗത, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, കോളേജ് പാർട്ടികളിൽ മദ്യപാനം, മോഷണം തുടങ്ങിയവയാണ്. സെവിസ് എന്നാൽ US ഗവൺമെന്റ് സൂക്ഷിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. സെവിസ് റെക്കോർഡ് റദ്ദാക്കിയാൽ വിദ്യാർത്ഥികളുടെ F അല്ലെങ്കിൽ M സ്റ്റാറ്റസ് നഷ്ടമാകും. ഇങ്ങനെ സംഭവിച്ചാൽ വിദ്യാർത്ഥിക്ക് ജോലി ചെയ്യാനുള്ള അനുമതി നഷ്ടപ്പെടും. US-ലേക്ക് തിരികെ വരാൻ കഴിയില്ല. കൂടാതെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുടെ മടക്കം സ്ഥിരീകരിക്കാൻ അന്വേഷണം നടത്തും. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് AILAയുടെ ഈ റിപ്പോർട്ടിൽ X-ൽ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ ഇന്നലെ പുറത്തുവിട്ട പ്രസ്താവന ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതുവരെ ഈ സംഘടന ശേഖരിച്ച 327 വിസ റദ്ദാക്കിയ കേസുകളിൽ 50% ഇന്ത്യൻ വിദ്യാർത്ഥികളുടേതാണ്. വിസ റദ്ദാക്കാനുള്ള കാരണങ്ങൾ വ്യക്തമല്ലാത്തതും സ്ഥിരതയില്ലാത്തതുമാണ്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഭയം വർദ്ധിപ്പിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഈ വിഷയം ഗൗരവമായി എടുത്ത് US പ്രതിനിധികളുമായി ചർച്ച ചെയ്യുമോ എന്നാണ് അദ്ദേഹം എഴുതിയത്. US-ൽ വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളെ കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് US ഗവൺമെന്റിൽ നിന്ന് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ F1 വിസ സ്റ്റാറ്റസിനെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായം നൽകാൻ എംബസിയും കോൺസുലേറ്റും അവരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്. AILAയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിസ റദ്ദാക്കലുകൾ ഏകപക്ഷീയമായി തോന്നുന്നു. AILA ശേഖരിച്ച റിപ്പോർട്ടുകളിൽ 86% പേർക്കും പോലീസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 33% പേരുടെ കേസ് തള്ളിക്കളയുകയോ കുറ്റം ചുമത്താതിരിക്കുകയോ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. പോലീസുമായുള്ള ഇടപെടലുകളിൽ സാധാരണയായി US പൗരന്മാർക്ക് സംഭവിക്കുന്ന ചെറിയ നിയമലംഘനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് 65 mph വേഗതയിൽ പോകേണ്ട വാഹനം 70 mph വേഗതയിൽ പോയതിന് സ്പീഡിംഗ് ടിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, OPTയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് നിയമവിരുദ്ധമായി പാർക്ക് ചെയ്തതിനും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും വാഹനത്തിന് നമ്പർ പ്ലേറ്റ് കാലാവധി കഴിഞ്ഞതിനും ടിക്കറ്റ് ലഭിച്ചു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയെ പോലീസ് പിന്തുടർന്നപ്പോൾ വാഹനം നിർത്താതെ പോയതിന് അറസ്റ്റ് ചെയ്തു. പോലീസ് വാഹനം ഫയർ എഞ്ചിനാണെന്ന് കരുതി വഴികൊടുത്തതാണെന്നാണ് വിദ്യാർത്ഥിയുടെ പക്ഷം. 327 കേസുകളിൽ 2 വിദ്യാർത്ഥികൾ മാത്രമാണ് രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിസ റദ്ദാക്കിയതിനെ തുടർന്നുള്ള അറിയിപ്പ് ലഭിച്ച മിക്ക വിദ്യാർത്ഥികൾക്കും വിസ നൽകിയ കോൺസുലേറ്റിൽ നിന്ന് ഇമെയിൽ ലഭിച്ചിട്ടുണ്ട്. സെവിസ് റദ്ദാക്കാനുള്ള കാരണം പലപ്പോഴും രേഖകളുമായി ഒത്തുപോകാത്തതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെവിസ് റദ്ദാക്കിയ സംഭവത്തിൽ 83% പേർക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അറിയിപ്പ് ലഭിച്ചത്. 14% പേർക്ക് ICയിൽ നിന്നാണ് അറിയിപ്പ് ലഭിച്ചത്. ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ അമേരിക്കയിൽ വിസ റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. ചെറിയ നിയമലംഘനങ്ങൾ നടത്തിയവരെ പോലും വിസ റദ്ദാക്കി തിരിച്ചയക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായം നൽകണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്.